പ്രിയപ്പെട്ടവരെ, നമസ്കാരം. രാജ്യം ഭരിക്കുന്ന പാർട്ടിയായിട്ടുള്ള BJP മറ്റെന്ത് കാര്യത്തിലും വിട്ടുവീഴ്ചാപരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചാലും രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യത്തിൽ BJP ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറുള്ള ഒരു പാർട്ടി അല്ല. ഈ അടുത്ത് ബംഗാളിൽ അധികാരമേറ്റ സുവേന്ദു അധികാരി, BJPയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള സുവേന്ദു അധികാരി ഈ രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ള ഒരു സന്ദേശം BJPയുടെ സന്ദേശം തന്നെയാണ് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള ചില റിപ്പോർട്ടുകളും വാർത്തകളുമാണ് ഇപ്പോൾ ബംഗാളിൽ നിന്ന് വരുന്നത്. അതെന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 4800 എന്നൊരു സംഖ്യയാണ് ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ വലിയ ചർച്ചാ വിഷയം ആയിക്കൊണ്ടിരിക്കുന്നത്. ബംഗാളിൽ അധികാരത്തിലുള്ള സുവേന്ദു അധികാരി അദ്ദേഹം പറയുന്നത്, നിയമത്തിന് എതിരായിട്ട് അനധികൃതമായിട്ട് ബംഗാളിൽ കുടിയേറി താമസിച്ചു വന്നിരുന്ന 4800 ബംഗ്ലാദേശ് സ്വദേശികളെ തിരിച്ചയച്ചു എന്നാണ് സംസ്ഥാന സർക്കാർ, സുവേന്ദു അധികാരിയുടെ സർക്കാർ പറയുന്നു. അതേ സമയത്ത് തന്നെ ബംഗ്ലാദേശ് പറയുന്നത്, നിയമപ്രകാരമായിട്ടുള്ള നടപടിയിലൂടെ 73 പേരെ മാത്രമാണ് ഞങ്ങൾ, അതായത് ബംഗ്ലാദേശ് സ്വീകരിച്ചിട്ടുള്ളൂ എന്നാണ് ബംഗ്ലാദേശിലെ ഉദ്യോഗസ്ഥരുടെ മറുവാദം. അപ്പോൾ ബംഗാൾ സർക്കാർ പറയുന്ന 4800 അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ, അതേപോലെ തന്നെ ബംഗ്ലാദേശ് സർക്കാർ പറയുന്ന 73 പേരെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന വാദവും ഇവിടെ നിലനിൽക്കുന്നു. അപ്പോൾ 4800 പേരെ തിരിച്ചയച്ചു എന്ന് പറയുന്നതും 73 പേരെ മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നതും തമ്മിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ട്. അത് എന്താണ് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് പരിശോധിക്കാം. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഏതാണ്ട് 4096 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നുണ്ട്. ഈ 4096 കിലോമീറ്ററിൽ ഭൂരിപക്ഷവും ബംഗാൾ അതിർത്തി ആണ് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ബംഗാളും അതേപോലെ തന്നെ ബംഗ്ലാദേശും തമ്മിൽ അവിടുത്തെ അതിർത്തിയിലെ പ്രശ്നങ്ങൾ തമ്മിൽ, അവിടുത്തെ നുഴഞ്ഞുകയറ്റത്തെ സംബന്ധിച്ചിട്ട് രാഷ്ട്രീയപരമായും സുരക്ഷാപരമായിട്ടും വളരെ പ്രത്യേകതകളും ചർച്ചകളും നടക്കുന്ന ഒരിടമാണ്. ബംഗാളിൽ പുതുതായി അധികാരമേറ്റ BJPയുടെ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായിട്ടുള്ള മന്ത്രിസഭ, ആ മന്ത്രിസഭ അധികാരമേറ്റതിനെ തുടർന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി ജില്ലകളിൽ കൃത്യമായ നിരീക്ഷണ സംവിധാനം നടപ്പിലാക്കുകയും അവിടെ അനധികൃതമായിട്ട് കുടിയേറി താമസിക്കുന്ന ബംഗ്ലാദേശികളെ കൃത്യമായി തിരിച്ചറിയുകയും ആ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ കൃത്യമായി കണ്ടെത്തി അതിർത്തി കടത്തി എന്നതാണ് സുവേന്ദു അധികാരിയുടെ ഭാഗമായിട്ടുള്ള സർക്കാർ സംവിധാനങ്ങൾ പറയുന്നത്. അവർ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ 3 മാസത്തിനിടയിൽ, അതായത് സുവേന്ദു അധികാരി അധികാരമേറ്റ് അതിനെ തുടർന്ന് കഴിഞ്ഞ 3 മാസത്തെ കാലയളവിനിടയിൽ 4800 അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ ഇന്ത്യയിൽ നിന്നും, അതായത് ബംഗാളിൽ നിന്നും പുറത്താക്കി അതിർത്തി കടത്തി എന്ന് തന്നെയാണ് സുവേന്ദു അധികാരിയുടെ സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. അപ്പോൾ ബംഗാൾ സർക്കാർ 4800 അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ പുറത്താക്കിയെന്ന് പറയുന്നു. അപ്പോൾ തന്നെ ബംഗ്ലാദേശ് പറയുന്നു, ഞങ്ങൾ നിയമാനുസൃതമായിട്ട് 73 പേരെ മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ എന്ന്. ഈ കണക്കുകൾ തമ്മിൽ എന്താണ് പൊരുത്തപ്പെടാത്തത് എന്ന് നമ്മൾ ചിലപ്പോൾ ആലോചിച്ചേക്കാം. അതിൻ്റെ ഒരു പ്രധാന കാരണം, ഒരാളെ കൃത്യമായി ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരനാണെന്ന് കണ്ടെത്തി എന്നതുകൊണ്ട് മാത്രം അതിർത്തിക്ക് അപ്പുറത്തേക്ക് കൈമാറാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അയാളെ കണ്ടെത്തിയാൽ കൃത്യമായിട്ട് അയാളുടെ പൗരത്വം ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്, പൗരത്വം സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സ്ഥിരീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അയാളെ അതിർത്തി കടത്തി വിടാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ
ഇന്ത്യയിൽ നിന്ന് പിടിയിലായവരുടെ എണ്ണം, അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുടെ എണ്ണം, അതുപോലെ തന്നെ ബംഗ്ലാദേശ് ഔദ്യോഗികമായി സ്വീകരിച്ചവരുടെ എണ്ണം, ഈ മൂന്ന് കണക്കുകളും ഒരുപോലെ ആകണമെന്നില്ല. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ കൂടുതൽ ശ്രദ്ധ നേടുന്നത് ഹോൾഡിംഗ് സെന്റേഴ്സ് ആണ്. അതായത് കരുതൽ തടങ്കൽ കേന്ദ്രങ്ങൾ, താൽക്കാലിക തടങ്കൽ കേന്ദ്രങ്ങൾ. ഒരാള് നുഴഞ്ഞുകയറ്റക്കാരനാണ്, അനധികൃത കുടിയേറ്റക്കാരനാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അയാളെ ആദ്യം ചെയ്യുക ഈ കരുതൽ തടങ്കൽ കേന്ദ്രത്തിലേക്ക്, താൽക്കാലിക തടങ്കൽ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം അയാളുടെ എല്ലാ വിവരങ്ങളും പരിശോധിക്കും. അയാളുടെ പൗരത്വം പരിശോധിക്കും, അതേപോലെ അയാളുടെ വിരലടയാളം പരിശോധിക്കും, അതേപോലെ തന്നെ അയാളുടെ നിലവിലുള്ള രേഖകൾ പരിശോധിക്കും. അങ്ങനെ എല്ലാ തരത്തിലുള്ള പരിശോധനകളും ഈ ഹോൾഡിംഗ് സെന്റേഴ്സിൽ നടക്കും. അത് നടത്തി കൃത്യമായി ഉറപ്പുവരുത്തിയിട്ടാണ് ഒരാളെ തിരിച്ചയക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനം എടുക്കുന്നത്. സുവേന്ദു അധികാരി ബംഗാളിൽ അധികാരമേറ്റ ഉടൻ തന്നെ അതിനെ തുടർന്നിട്ട് ഈ ഹോൾഡിംഗ് സെന്റേഴ്സ് അത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്, അതിർത്തിയിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി ഹോൾഡിംഗ് സെന്റേഴ്സുകൾ തയ്യാറായി. ബംഗാളിൽ കൃത്യമായിട്ട് കണ്ടെത്തുന്ന ജില്ലകളിൽ നിന്ന്, അതിർത്തി ജില്ലകളിൽ നിന്ന് കണ്ടെത്തുന്ന നുഴഞ്ഞുകയറ്റക്കാരെന്ന് സംശയിക്കുന്ന ആളുകളെ ഈ ഹോൾഡിംഗ് സെന്റേഴ്സിൽ എത്തിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അവരുടെ കൃത്യമായ വിവരങ്ങൾ ഉറപ്പുവരുത്തി അവര് അനധികൃത കുടിയേറ്റക്കാരനാണ് എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ഈ കൈമാറ്റം, ബംഗ്ലാദേശിലേക്കുള്ള കൈമാറ്റം നടക്കുക. ബംഗാളിലെ ഹക്കിംപൂർ, പെട്രോപോൾ, മഹിദിപൂർ ഈ മൂന്ന് സ്ഥലങ്ങളിലാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഈ കരുതൽ താൽക്കാലിക തടങ്കൽ കേന്ദ്രങ്ങൾ ഉള്ളത്. അതിലെ ഹക്കിംപൂറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ചില വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഹക്കിംപൂരില് തുടക്കത്തില് ആഴ്ചയിൽ ഏതാണ്ട് 10-15 പേരെ ആ താൽക്കാലിക തടങ്കൽ കേന്ദ്രത്തിൽ നിന്നും അതിർത്തിയിലേക്ക്, അതായത് ബംഗ്ലാദേശിലേക്ക് അയച്ചിരുന്നു എന്നുള്ള വിവരം ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്ഥിരീകരിക്കുന്നുണ്ട്. അവരെ സർക്കാർ വൃത്തങ്ങൾ പറയുന്നുണ്ട്. ഈ വിഷയത്തിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഒരു രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ആ രാജ്യത്തിന്റെ കടമയാണ്. അതേ സമയത്ത് തന്നെ ഒരു വ്യക്തിയുടെ പൗരത്വം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളും നിയമക്രമങ്ങളും പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം തെറ്റായ നടപടിയിലൂടെ, തെറ്റായ തിരിച്ചറിയിലൂടെ ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടപ്പെട്ടാൽ ആ സമയത്ത് അയാളിൽ മാത്രമല്ല, അയാളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുടുംബത്തിന്റെ കൂടെ മുന്നോട്ടുള്ള പോക്കിനെ, അവരുടെ ജീവിതത്തെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് കൃത്യമായിട്ട് ഈ ഹോൾഡിംഗ് സെന്റേഴ്സിൽ വന്നിട്ടുള്ള ആളുകളെ അവരെ കൃത്യമായി മനസ്സിലാക്കി അവരുടെ രേഖകൾ പരിശോധിച്ച് അവരുടെ ബയോമെട്രിക്കൽ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും പരിശോധിച്ചുകൊണ്ട് അവരെ പൗരത്വം ഉറപ്പുവരുത്തിയാണ് അവരെ അതിർത്തി കടത്തി വിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ രാജ്യത്തിന്റെ സുരക്ഷയും അതേപോലെ തന്നെ നിയമ നടപടിക്രമങ്ങളും അതേപോലെ തന്നെ വ്യക്തിയെ സംബന്ധിക്കുന്ന അയാളുടെ മനുഷ്യാവകാശവും, ഈ മൂന്ന് കാര്യങ്ങളും ഇതിൽ ഒരേപോലെ ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ താൽക്കാലിക സെന്ററുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് BJPയുടെ പുതിയ സർക്കാർ ഈ താൽക്കാലിക സെന്ററുകൾ വളരെ കാര്യക്ഷമമായിട്ട് ആരംഭിക്കുകയും അവിടെ കൃത്യമായ നിയമ നടപടിക്രമങ്ങളിലൂടെ ഈ ആളുകളെ, ഈ അനധികൃതമായി എന്ന് സംശയിക്കുന്ന ആളുകളെ നിയമ നടപടിക്രമങ്ങളിലൂടെ കൃത്യമായിട്ട് കടത്തിവിടുന്നതും. അപ്പോൾ കാര്യങ്ങൾ എന്തൊക്കെ തന്നെ ആയാലും ബംഗ്ലാദേശ് 73 പേരെ സ്വീകരിച്ചിട്ടുള്ളൂ എന്ന് നിലവിൽ അവർ പറയുമ്പോഴും കൃത്യമായി ബംഗാൾ സർക്കാർ, സുവേന്ദു അധികാരിയുടെ ബംഗാൾ സർക്കാർ, ആ സർക്കാർ പറയുന്നു 4800 പേരെ കൃത്യമായിട്ട് കഴിഞ്ഞ 3 മാസം കൊണ്ട് കണ്ടെത്തി അവർ അനധികൃത നുഴഞ്ഞുകയറ്റക്കാരാണ്, കുടിയേറ്റക്കാരാണ് എന്ന് കണ്ടെത്തി അവരെ തിരിച്ചയച്ചു എന്ന് വളരെ കൃത്യമായിട്ട് സുവേന്ദു അധികാരിയുടെ സംസ്ഥാന സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. മാത്രമല്ല അവര് ഓരോ ഹോൾഡിംഗ് സെന്റേഴ്സിൽ നിന്നും അയച്ചവരുടെ കണക്കുകളും ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ബംഗാളിൽ പുതുതായി അധികാരമേറ്റ സുവേന്ദു അധികാരി സർക്കാർ
കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ രാജ്യസുരക്ഷയ്ക്ക് എന്തുമാത്രം പ്രാധാന്യം നൽകുന്നു, രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായിട്ട് വർഷം തോറും ബജറ്റിൽ എത്ര കോടി രൂപ വകയിരുത്തുന്നു, അതേപോലെ തന്നെ ബംഗ്ലാദേശുമായിട്ട് നിരവധി കിലോമീറ്ററുകൾ അതിർത്തി പങ്കിടുന്ന ബംഗാളിൽ നുഴഞ്ഞുകയറ്റം വ്യാപകമാണ്. ആ നുഴഞ്ഞുകയറ്റക്കാരെ കൃത്യമായി കണ്ടെത്തി തിരിച്ചയച്ചുകൊണ്ട് അവരുടെ പൗരത്വം കൃത്യമായി മനസ്സിലാക്കി നിയമ നടപടിക്രമങ്ങളിലൂടെ അവരെ തിരിച്ചയച്ചുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന BJP രാജ്യസുരക്ഷയ്ക്ക് എത്ര പ്രാധാന്യം നൽകുന്നു, അത്രയും പ്രാധാന്യം ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന ബംഗാൾ സർക്കാരും നൽകുന്നുണ്ട് എന്നുള്ള കൃത്യമായ സന്ദേശമാണ് ബംഗാളിലെ BJPയുടെ സർക്കാർ, സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായിട്ടുള്ള സർക്കാർ നൽകുന്നത്. നമസ്കാരം.